നമ്മള് ഫോൾട്ട് ഫോൾട്ട് എന്താണ് ടെസ്റ്റ് ജനറേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മള് രണ്ടാമത്തെ ഓൾറെഡി നമ്മള് ഫോൾട്ട് രണ്ടാമത്തെ പാത്ത് സെൻസിറ്റൈസേഷൻ. ഈ പാത്ത് സെൻസിറ്റൈസേഷൻ ഹാവ് എ ഫോൾട്ട് അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ഫോൾട്ട് ഉണ്ട്. ഈ പോയിന്റിലെ എഫക്റ്റ് ആ പാത്തിനെ സെൻസിറ്റൈസ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിക്കുക. ഈ ഒരു ഔട്ട്പുട്ടില് പ്രൈമറി ഔട്ട്പുട്ടാണ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ളത്. ആ ഒബ്സർവബിൾ ആയിട്ടുള്ള പ്രൈമറി ഔട്ട്പുട്ടില് ഇവിടെ എഫക്ട് എന്നുള്ളതാണ് നമ്മൾ പാത്ത് സെൻസിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. ഒരു, ഈ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ എക്സും എയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണ്. എ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. കെ എന്ന് പറയുന്നത് സപ്പോസ് സെക്കൻഡ് 0 സെക്കൻഡ് 1 ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ സ്റ്റക്ക് ആയിരിക്കുകയാണെങ്കിൽ x1 എന്ത് കൊടുത്താലും എന്താണ് എയും x1 സെയിം അല്ലാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടായിട്ട് കൊടുക്കുന്നത്. x1ഉം എയും മാർക്ക് ചെയ്യും. അതേപോലെ ഈ ഒരു ലൈനാണ് y1, ഈ ലൈൻ y2. ഇത് നമ്മുടെ പ്രൈമറി ഔട്ട്പുട്ട്, നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള പ്രൈമറി ഔട്ട്പുട്ടാണ്. നമ്മൾ ആ ഒരു ഗേറ്റിലെ ഒരു ലൈനിനെ സെൻസിറ്റൈസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ലൈൻ എ എന്ന് പറയുന്ന ഒരു ലൈനിന്റെ എഫക്റ്റ്, ഇതിന്റെ എഫക്റ്റ് ഇപ്പുറത്തേക്കാണ്. ഗേറ്റ് ഓർ ആൻഡ് ഗേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ലൈൻ ദ ഔട്ട്പുട്ട് വിൽ ബി എന്താണ്? സീറോ. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഇവിടെ സീറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ലൈൻ ഓക്കെ. അതായത് ഒരു നാൻഡ് ഗേറ്റിനെ അല്ലെങ്കിൽ ആൻഡ് ഗേറ്റിനെ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ലൈനിൽ എന്ത് ചെയ്യുക? 1 ആണ് നമ്മൾ സെൻസിറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എ ബാർ കിട്ടും. അതായത് ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ നമ്മൾ ഈ ഒരു പാത്തിനെ സെൻസിറ്റൈസ് ചെയ്ത് ഈ ഒരു പാത്തിലൂടെ വന്ന് ഇവിടേക്ക് എത്തും. ആ ഫോൾട്ട് ഈ ഒരു ഫോൾട്ട് നമുക്ക് സപ്പോസ് ഇപ്പൊ എ എന്ന് പറയുന്നത് സീറോയിലാണ് സ്റ്റക്ക് എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ടെസ്റ്റ് വെക്ടർ 1 കൊടുത്തു അല്ലെ? 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറോയില്, അതായത് സ്റ്റക്ക് സീറോ എയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ എയിൽ സ്റ്റക്ക് സീറോ ഉണ്ടോ എന്ന്. 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ ഇവിടെ സീറോ ആണെങ്കിൽ എന്നിട്ട് നമുക്ക് 0 കിട്ടും അല്ലെ? അതേപോലെ തന്നെ 0 1 കൊടുക്കുമ്പോഴോ 0 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോറി, സെക്കൻഡ് 0 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കും. സെക്കൻഡ് 1 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ 0 1 കൊടുക്കും. നമുക്ക് ആ എയുടെ എഫക്റ്റ് ഇപ്പുറത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ സെക്കൻഡ് 0 ഉണ്ടോ സെക്കൻഡ് 1 ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അതായത് ഇത് നമ്മള് ഒരു ഒറ്റ ഫോൾട്ട് മാത്രമേ നമുക്ക് ഒരു സമയത്ത് നോക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു എയുടെ എഫക്ട് എ എന്ത് തന്നെയാണോ അത് ഇപ്പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ ഇത് തന്നെ എന്താണ്? എ എന്താണോ അതിന്റെ എ ബാർ ഇപ്പുറത്തേക്ക് ഇറങ്ങും. അതനുസരിച്ച് നമുക്ക് സെക്കൻഡ് 0യും സെക്കൻഡ് 1 ഫോൾട്ട്സ് കണ്ടെത്താം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ എന്തുകൊണ്ടാണ് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ മറ്റേ ഇൻപുട്ട് എന്ത് ചെയ്യുക? 1 വെക്കുക. ഓർ ഗേറ്റ് ആണെങ്കിലോ ഓർ അല്ലെങ്കിൽ നോർ സെയിം വേ തന്നെയാണ് എഫക്ട് വരിക. ഓർ ഗേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 1 ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും? 1 ആയി പോകും. നമ്മൾ എന്ത് ചെയ്യുക? 0 കീപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യേണ്ടത് എ ആണെങ്കിൽ എ കിട്ടുന്ന രീതിയിൽ മറ്റേ ഇൻപുട്ടുകൾ സെറ്റ് ചെയ്ത് ഈ പാത്തിന് സെൻസിറ്റൈസ് ചെയ്യുക. ഈ പാത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പാത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതാണ് ഈ ഒരു ലോജിക് എന്ന് പറയുന്നത്. നമുക്ക് എവിടെയാണോ സ്റ്റക്ക് ഫോൾട്ട് ഉള്ളത് ആ ഫോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും ഈ ഒരു പ്രൈമറി ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക. അതാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ. ഒന്ന് നോക്കാം ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫോൾട്ട് ഇവിടുത്തെ ഒരു ഫോൾട്ടാണ് പിടിക്കുന്നത് വിചാരിച്ചോളൂ. സീറോ ആവും, സെക്കൻഡ് 1 ഓക്കെ. ഒരു ഏത് ലൈനാണ് നമുക്കത്? ഇതൊരു ഒറ്റ ലൈനിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏത് പാത്താണ് എടുക്കണമെങ്കിൽ ഒരു പാത്താണ് സെൻസിറ്റൈസ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഒരു പാത്താണ് സെൻസിറ്റൈസ് ചെയ്ത് വരേണ്ടത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വഴിയുള്ള ഗേറ്റ്സിനെ എല്ലാം എന്ത് ചെയ്യും? അതനുസരിച്ചിട്ട് ഇൻപുട്ട് കൊടുക്കാം. അപ്പോ ബി എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കണം?
ആൻഡ് ഗേറ്റ് ആണ്, അല്ലെങ്കിൽ ആൻഡ് ഗേറ്റോ നാൻഡ് ഗേറ്റോ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ണ് ഫിക്സ് ചെയ്യണം. വണ്ണ് ഫിക്സ് ചെയ്തില്ല, സീറോ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഇൻഡിപെൻഡന്റ് ഓഫ് ദിസ് x1 ഇവിടെ എന്ത് വരും, വൺ വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എയെ സെൻസിറ്റൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു രണ്ടാമത്തെ ഇൻപുട്ട് വണ്ണായി. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കും ആക്ച്വൽ ഔട്ട്പുട്ട് വരേണ്ടത്, എ ബാർ കിട്ടും അല്ലെ. എയുടെ ഒരു കോമ്പിനേഷൻ അല്ലെ, എയുടെ എഫക്ട് ഇവിടെ വരണം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ കിട്ടി. ഇതൊരു ഓർ ഗേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റ് ആണ്. ഇപ്പൊ ഓറോ നോറോ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻപുട്ട് നമ്മൾ സീറോ ആക്കി, സീറോ ആക്കി, സീറോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടി, എന്ത് കിട്ടി, എ കിട്ടി, എ കിട്ടി. അതായത് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എന്തിനെ കൊണ്ടുവന്നു, ഔട്ട്പുട്ടിലേക്ക് എയുടെ എഫക്ട് കൊണ്ടുവന്നു. ഇനി സപ്പോസ് എക്ക്, അപ്പൊ ഇത് സീറോ ആക്കണമെങ്കിൽ, ഇത് സീറോ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഗേറ്റ് സീറോ ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കീപ്പ് ചെയ്യേണ്ടത്, വൺ വൺ കീപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മൂന്നും വൺ 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 വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മൂന്നും വൺ 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 ഇത് മൂന്ന് വൺ 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 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ഔട്ട്പുട്ട് എ ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് സ്റ്റക്ക് സീറോ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് വെക്ടർ യൂസ് ചെയ്യും, സ്റ്റക്ക് സീറോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റക്ക് സീറോ കിട്ടണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ എ വണ്ണ് കൊടുക്കാം, വൺ 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 വൺ, ദിസ് വിൽ ബി അവർ വെക്ടർ. സ്റ്റക്ക് സീറോ കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് വെക്ടർ കിട്ടും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് ഇവിടെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഏതാണ്, വൺ ആണ്. പക്ഷെ നമുക്ക് സെക്കൻഡ് സീറോ ഉണ്ടെങ്കിൽ, എ ആണല്ലോ ഔട്ട്പുട്ട്, അപ്പൊ സെക്കൻഡ് സീറോ ഉണ്ടെങ്കിൽ, എ സെക്കൻഡ് സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റോങ് ഔട്ട്പുട്ട് ആയിട്ടുള്ള സീറോ കിട്ടും. സെക്കൻഡ് സീറോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് വണ്ണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിലോ, സീറോ വൺ 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 കൊടുക്കുക. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട്, എക്സ്പെക്ടിങ് ഔട്ട്പുട്ട് ഏതാണ്, സീറോ ആണ്. കാരണം എന്താണ്, എ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ ടെൻ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ സെക്കൻഡ് വൺ ആയതുകൊണ്ട് തന്നെ, എ സെക്കൻഡ് വൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും, വൺ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും, ആ ഒരു സെക്കൻഡ് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ഏത് ഫോൾട്ട് ആണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫോൾട്ടിനെ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക്, ആ ലൈനിന്റെ എഫക്റ്റിനെ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക, ആണ് ബേസിക്കലി ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ട് ബാക്കി പ്രൈമറി ഇൻപുട്സ് നൽകുക. ഇതാണ് പാസീവ് സെൻസിറ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഒരുപാട് സമയം എടുക്കുന്നത്. പക്ഷെ ഏത് ഫോൾട്ട് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഫിറ്റ് കണ്ടുപിടിക്കാം. നമുക്കൊരു അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ x1 x2 x3 4 5 x6 നമ്മൾ സപ്പോസ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു ലൈനിൽ സ്റ്റക്ക് പോയിന്റ്. ഈ ഒരു ലൈനിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ജിയുടെ ഒരു സ്റ്റക്ക് സീറോ പോയിന്റ് കണ്ടുപിടിക്കും. ജി എന്ന് പറഞ്ഞത് എ ഇ എഫ് ജി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാം. നമ്മളിവിടെ ഇത് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു സർക്യൂട്ട് തന്നിട്ട് പറയും ടെസ്റ്റ് വെക്ടർ ഫോർ സ്റ്റക്ക് സീറോ ഫോൾട്ട്, അല്ലെങ്കിൽ ഏതാണോ അവർ പറയുന്നത് സ്റ്റക്ക് സീറോ ഫോൾട്ട് അറ്റ് ജി. ഒരു എക്സാമ്പിൾ ആണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. ബാക്കി വർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജിന്ന് ഔട്ടിലേക്ക് എത്താനുള്ള പാത്ത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ജിന്ന് ഔട്ടിലേക്ക് എത്താനുള്ള പാത്ത്, ജി ആണ് നമ്മുടെ പാത്ത്. സോ നമ്മൾ എന്ത് ചെയ്യും, ജിയുടെ എഫക്റ്റ്
ജി സ്റ്റക്ക് അറ്റ് സീറോ ആണെന്ന് കണ്ടുപിടിക്കാം അല്ലെ. സ്റ്റക്ക് അറ്റ് സീറോ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ നമ്മൾ പുഷ് ചെയ്യണം. ഓക്കെ, ഈ ജിയെ നമ്മൾ എന്ത് ചെയ്യുക, വണ്ണിലേക്ക് കൊണ്ടുവരാം. ജി വണ്ണിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, one കൊടുക്കാം. സ്റ്റക്ക് അറ്റ് സീറോയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സീറോ സ്റ്റക്ക് ആണോ എന്നറിയണമെങ്കിൽ അത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും, വണ്ണിലേക്ക് എത്തിക്കണം. സീറോ ആക്ച്വലി അതിപ്പോ 1 0 എടുത്ത് നമുക്ക് ഇവിടെ സീറോ ആണെങ്കിൽ അപ്പൊ അത് സ്റ്റക്ക് ആണോ ഒറിജിനൽ ആണോ നമുക്ക് അറിയില്ല. സോ സീറോയിൽ സ്റ്റക്ക് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വണ്ണ് വരുത്തുക. ഓക്കെ, സിമ്പിൾ ലോജിക്. നമ്മൾ വണ്ണ് വരുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, x1 x2 വണ്ണ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് വേണം, ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിന്റെ ഇവിടെ ജി പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടണം. പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സീറോ. ഇത് സീറോ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ, ഇവിടെ സീറോ വരും. That means എന്ത് വരിക, ഇവിടെ വൺ കൊടുക്കുകയാണെങ്കിൽ സോറി, ഇവിടെ വണ്ണ് കൊടുക്കുക. ഇവിടെ സീറോ നിർത്താൻ ഇത് ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 0 0 കൊടുക്കാം, 0 1 കൊടുക്കാം, 1 0 കൊടുക്കാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു സീറോയും ഡോൺ കെയറും കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡോൺ കെയർ സീറോ കൊടുക്കും. Okay. ഒരു സീറോ വരുത്തിയാൽ മതി, മറ്റത് ഡോൺ കെയർ ആയിട്ട് വയ്ക്കാം. ഡി ഓർ ഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം ഡോൺ കെയർ ആക്കാം, ഒരെണ്ണം സീറോ എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, സീറോ എടുക്കാം. ടെസ്റ്റ് വെക്ടർ രണ്ടെണ്ണം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വെക്ടർ യൂസ് ചെയ്താലും ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്യും. ഇവിടെ സീറോ കൊടുത്തു. അപ്പൊ ജി എന്താണോ ജി ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെയും അഗൈൻ ഒരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് മീൻസ് ഇവിടെ ഒരു വണ്ണ് വരണം അല്ലെ. ഇവിടെ വണ്ണ് വന്നാൽ മാത്രമേ എനിക്ക് എന്താ ചെയ്യുള്ളൂ, ജി അപ്പുറത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ വണ്ണ് കിട്ടിക്കാനായിട്ട് ഇവിടെ വണ്ണ് വരണം അല്ലെ. ഇവിടെ വണ്ണ് വരണമെങ്കിൽ സി ഇവിടെ നമ്മൾ സീറോ ആക്കി. ഓക്കെ, ഇവിടെ നമുക്ക് സീറോ ഉണ്ടെങ്കിലേ പറ്റും. ഇവിടെ സീറോ ഉണ്ടെങ്കിലേ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വണ്ണു. മനസ്സിലായോ? അപ്പൊ നേരത്തെ പോലെ ഇവിടെ ഓർഗേറ്റ് ആയതുകൊണ്ട് ഐതർ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ്, കാരണം നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സീറോ തന്നെ വരണം. സോ നമ്മൾ ഈ ഒരു സീറോ നേരത്തെ എക്സാമ്പിൾ പോലെ അല്ല, ഇവിടെ ആ ഒരു ലോജിക്ക് എപ്പോഴും നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബാക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് സീറോ വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് വൺ ആക്കണം. ഇത് വൺ ആണ്. ദാറ്റ് മീൻസ് വൺ വൺ ഷുഡ് ബി ഗിവൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെസ്റ്റ് വെക്ടർ എങ്ങനെ എഴുതാം, 1 1 0 x 1 1 or 1 1 x 0 1. ഓക്കെ, ഇതിലുള്ള ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് ഒരു എക്സാമ്പിൾ, തേർഡ് എന്ന് പറയുന്നത് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. x1 x2. സപ്പോസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ എതിർക്കാം വണ്ണിൽ ഒരു സ്റ്റക്ക് വൺ ആണ്. സ്റ്റക്ക് വൺ y1. എല്ലാ പോയിന്റും കണ്ടുപിടിക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എത്ര എഴുതി നോക്കാം. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സ്റ്റക്കറ്റ് വൺ ടു y1 ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. y1 സ്റ്റക്കറ്റ് വൺ ആക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എന്ത് ചെയ്യണം, നമുക്ക് സീറോ പുഷ് ചെയ്യും. സീറോ ഇവിടെ ജനറേറ്റ് ചെയ്യും. എന്താണ്, സീറോ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
1 കൊടുക്കണം, മസ്റ്റ് ആണ് അല്ലെ? കാരണം സ്റ്റെപ്പ് അറ്റ് 1 വരുത്താൻ വേണ്ടി 1 കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 0 ഔട്ട്പുട്ട് കിട്ടുള്ളൂ. 0 കിട്ടുമ്പോ 1 നമ്മള് പാത്ത് സെൻസിറ്റൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഐദർ വി ക്യാൻ യൂസ് ദിസ് പാത്ത് ഓർ വി ക്യാൻ യൂസ് ദിസ് പാത്ത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാത്ത് മാറ്റി 1 വന്നു, 1 വന്നു. നിങ്ങൾക്ക് 1 ബാർ കിട്ടും. ഇവിടെയോ 1 ബാർ കിട്ടും. ആരാണ് ആരാണ് പറയും. 5 ബാറിന് മാറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സംഭവം ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇവിടെയുള്ള വാല്യൂ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ എന്ത് ചെയ്യാ, ഇവിടെ 1-ൽ ഫിക്സ് ചെയ്യും അല്ലെ? പക്ഷേ ഇവിടെ 1-ൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ 1-ൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ 0 ആക്കണം അല്ലെ? ഇവിടെ 1 ഫിക്സ് ചെയ്യണമെങ്കിൽ ആക്കണം, കാരണം 0-യും 1-ഉം വന്നാല് നമുക്ക്, കാരണം 0 അല്ല ഇവിടെ 1 വന്നിട്ടാണെങ്കിൽ ഇവിടെ ഓൾറെഡി 0 പ്രശ്നം നിങ്ങൾക്ക് വരും. അപ്പൊ പറയുന്ന മനസ്സിലായി. ഈ പാത്തിനെ നിങ്ങൾ സെൻസിറ്റൈസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്ന പാത്തിനെ നിങ്ങൾ സെൻസിറ്റൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇവിടെ 1 ഫിക്സ് ചെയ്ത് ഇതിനെ സെൻസിറ്റൈസ് ചെയ്ത് ഇപ്പുറത്തിടുമ്പോ നമുക്ക് എന്താ പറ്റുക, 1 ഇവിടെ വരണം. ഇവിടെ ഓൾറെഡി 1 വരുത്തണം, കാരണം x2 1 ആക്കി വെച്ചേക്കാം അല്ലെ? ഈ y1 വരുത്താൻ വേണ്ടി 1 ആക്കി വെച്ചിരുന്നത്. എനിക്ക് ഇവിടെ 1 വരുത്തിട്ട് y1 എന്ത് ചെയ്യാ, 0-യിൽ ഫിക്സ് ആക്കണം. 0-യിൽ ഫിക്സ് ആക്കണം. നമുക്ക് അങ്ങനെ ഒരു കൺസ്റ്റന്റ് എടുക്കാൻ പറ്റുമോ? ഇതിനെ 0-യിൽ ഫിക്സ് ചെയ്യുന്നുള്ള രീതിയില്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അപ്പൊ ചില കേസിൽ ഔട്ട്പുട്ടിലേക്ക് ഇതിന്റെ എഫക്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മെയിൻലി നമ്മളെ എന്താണ് ഒരു ഔട്ട്പുട്ടിൽ ഇതിന്റെ എഫക്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം. ഇവിടെ y1 ബാർ കിട്ടി. ഈ കണ്ടീഷൻ വെച്ച് തന്നെ നമ്മൾ ഇപ്പൊ കൊടുത്ത പ്രീവിയസ് സ്റ്റേജസ് വെച്ച് തന്നെ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്, ഇവിടെ ബാർ കിട്ടി അല്ലെ? ഈ y1 ബാറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y1 കിട്ടും, പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതായത് നിങ്ങൾ ഈ പാത്ത് തന്നെ നോക്കി ഈ പാത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടി പാത്ത് എന്ന് പറയും. അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ചെയ്തിട്ട് ആ ഉള്ള പോയിന്റ് പുറത്തേക്ക് എത്തിക്കേണ്ടി വരിക. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പാത്ത് പുറത്തേക്ക് വരുന്നോന്ന് മാത്രം നോക്കും. അപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആവാൻ നിൽക്കേണ്ട. അതായത് നിങ്ങൾ ഒരു പാത്ത് തന്നെ ഫിക്സ് ചെയ്ത് പോവണമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നാം. പക്ഷെ സ്റ്റിൽ അങ്ങനെയല്ല, നമുക്ക് എഫക്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഓൾറെഡി പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെ ആയാലും നമുക്ക് എന്ത് കിട്ടും, ഇവിടെയും y1 ബാർ കിട്ടും, ഇവിടെയും y1 ബാർ കിട്ടും. എന്ത് കിട്ടും, y1 തന്നെ. ദാറ്റ് മീൻസ് x1 x2 എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെക്കൻഡ് 1 അത് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, 1 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് 1 എടുത്ത് y1 സെൻസിറ്റൈസ് ചെയ്യാൻ തന്നെ പറ്റും. അതായത് നിങ്ങൾ ഇത്രയും നോക്കാതെ ഈ 1 1 എന്നുള്ള വെക്ടർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ഔട്ട്പുട്ട് എന്ത് വരും, 0 ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആണ്. ഇനി ഇത് 1 ആണെങ്കിൽ സെക്കൻഡ് 1 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് 1. ദാറ്റ് മീൻസ് എഫക്റ്റ് നമുക്ക് വിസിബിൾ ആണ്. എഫക്റ്റ് പ്രൈമറി ഔട്ട്പുട്ടിന് എഫക്റ്റ് വിസിബിൾ ആണോ എന്ന് മാത്രം നോക്കുക. അല്ലാതെ നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു സെപ്പറേറ്റ് പാത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് നോക്കുമ്പോൾ പാത്ത് പോസ് ചെയ്യേണ്ടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊന്നും നോക്കുക. ജസ്റ്റ് എഫക്റ്റീവ്ലി ഒരു ഈ മൾട്ടിപാത്ത് കേസസിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, എഫക്റ്റ് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്ന് മാത്രം നോക്കാം. പറഞ്ഞ 2 എക്സാമ്പിൾ ചെയ്യാൻ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിപാത്ത് 2 പാത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സെൻസിറ്റൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒരു പാത്തിനെ ഒറ്റയ്ക്ക് സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒത്തിരി കൺഫ്യൂഷൻ ആവാതിരിക്കുക. ജസ്റ്റ് ഇത്ര മാത്രം നോക്കുക. ഒരു ഇൻപുട്ട് പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് ആ ഒരു സ്റ്റക്ക് ഫോൾട്ട് എന്നുള്ള എഫക്റ്റ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് പ്രൈമറി ഔട്ട്പുട്ടിലേക്ക് എന്ന് നോക്കുക.
താങ്ക് യു.